ഞങ്ങളുടെ വ്യത്യസ്തമായ യുണീക്ക് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു അതുല്യ കലാകാരനെയാണ്. അതായത് പാട്ടെഴുത്തിലൂടെ തൻ്റെ കവിതയിലൂടെ പുതിയ വഴികൾ തുറന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് അജിത് സോപാനം. നമസ്കാരം. അജിത് സോപാനം എന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഈ ഒരു കവിതയിലേക്ക് അതുപോലെ തന്നെ പാട്ടെഴുത്തിലേക്ക് എത്തിപ്പെടുന്നത്? ബിജു സാർ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും എത്തിപ്പെടുകയായിരുന്നു. എന്താ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സംഗീതത്തോടുള്ള അമിതമായ ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സംഗീതത്തോടുള്ള അമിതമായ പ്രണയം. നമ്മൾ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതോടുള്ള ഒരു പാഷൻ, അതുമാത്രമാണ് ശരിക്കും ഈ എഴുത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു പ്രധാന കാരണം. ഞാനെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കവിത എഴുതുക അതുപോലെ തന്നെ ഗാനരചന നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതൊരു തപസ്യ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഫാമിലിയിൽ അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഞങ്ങളൊരു തബല പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ തബല പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ആശയമായിരുന്നു ഒരു സംഗീത സ്ഥാപനം തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ സോപാനം സംഗീത സഭ എന്നൊരു സ്ഥാപനം നമ്മൾ ആരംഭിക്കുകയും അവിടുത്തെ സംഗീത അധ്യാപകനെ കൊണ്ട് തന്നെ ഒരു അയ്യപ്പ ഭക്തി ഗാനം തയ്യാറാക്കി അതിൽ 3-4 പാട്ടുകൾ ഞാൻ എഴുതുകയും അങ്ങനെയാണ് ഈ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇത് എവിടെയായിരുന്നു ഈ സ്ഥാപനം? സ്ഥാപനം പേരാമ്പ്ര കോഴിക്കോട് നിന്ന് ഒരു 40 കിലോമീറ്റർ കുറ്റ്യാടിക്ക് പോകുന്ന. നിങ്ങൾ സ്വന്തം നാട് പേരാമ്പ്രയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനാണ്. സിവിൽ സ്റ്റേഷനാണ്. ഓക്കെ. അപ്പോൾ ഈ പാട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരം പാട്ടുകളാണ് ഇപ്പം കൂടുതലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പാട്ടെഴുത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലളിതഗാനം എഴുതിയിട്ടുണ്ട്, സംഘഗാനം എഴുതിയിട്ടുണ്ട്, സ്വാഗതഗാനം എഴുതിയിട്ടുണ്ട്, ഭക്തിഗാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഗാനങ്ങൾ. അപ്പം പിന്നെ പല പാർട്ടികളെ രാഷ്ട്രീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോഴുണ്ടാകുന്ന അനുഭവം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ BJPയുടെ ഗാനങ്ങൾ എഴുതുന്നു, നിങ്ങൾ തന്നെ CPMന്റെ എഴുതുന്നു. അങ്ങനെ ഓരോ പാർട്ടിന്റെ എഴുതുമ്പോൾ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് പറയാമോ? ഈ വർഷം സുരേഷ് ഗോപിയുടെ ഗാനം, സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് അയാളുടെ ആദ്യ ഗാനം എഴുതിയത് ഞാനായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും സുരേഷ് ഗോപി ആയിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ പാട്ട് വെച്ചുകൊണ്ടാണ് അന്ന് അവിടുത്തെ ഓരോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ ഉള്ള അവസരം പോലും അന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൂടെ ഒന്നും പ്രകടിപ്പിക്കാനാവില്ല. അത് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രി, അതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെയുള്ള ഒരു വ്യക്തിന്റെ പിന്നെ എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം അതൊരു വലിയ കാര്യമാണ്. കാരണം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആയ ആളുകളെ കൊണ്ട് വേണമെങ്കിൽ പാട്ട് എഴുതിക്കാം. അപ്പൊ അത് നമുക്ക് പാട്ട് കേരളത്തിൽ അലയടിച്ചു എന്നുള്ളതും സന്തോഷം പകരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ മറ്റു പാർട്ടിക്ക് മറ്റു പാർട്ടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ CPM ഭരിക്കുന്ന പഞ്ചായത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കുറ്റ്യാടി പഞ്ചായത്ത്. അപ്പോൾ അതിലൊക്കെ പാർട്ടീൻ്റെ കുറേ കൊടികളൊക്കെ അതിലും കാണാം. അപ്പോൾ CPMന്റെ ഇതിന് വേണ്ടിയിട്ടും ഞാൻ എഴുതിയിട്ടുണ്ട് പാട്ടുകൾ. ഞാനിപ്പം ഞാനൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി ചോദിക്കുവാണ്, ഇപ്പം പാട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം. ഇപ്പം പാർട്ടിക്കാരാണെങ്കിൽ ആ പാർട്ടിയെ കുറിച്ച് അപ്പം അത് അവർ പറഞ്ഞു തരുമോ? സബ്ജക്റ്റ് അവർ പറഞ്ഞു തരും. ഇത്രയും കാര്യങ്ങൾ അതിൽ കണ്ടന്റായിട്ട് ഉണ്ടാകണം എന്നുള്ള കാര്യം അവർ പറഞ്ഞു തരും. അപ്പം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. പിന്നെ സംഗീത സംവിധായകൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തലും മാറ്റലൊക്കെ വരുത്തുക. കവിത എഴുതിയതിന് ശേഷമാണല്ലേ ഈ മ്യൂസിക്കിന് അനുസരിച്ചാണ് എഴുതുന്നത്? ഈ രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ അധികവും മ്യൂസിക്കിനനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കിയത്. അത് ഒരു സ്പീഡ് ടൈപ്പ് പാട്ടുകളായിരിക്കുമല്ലോ അധികവും. പാരഡികളല്ല പുതുതായിട്ട് പാരഡികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടില്ല. പുതുതായിട്ട് കമ്പോസ് ചെയ്യുന്നതാണ്. പക്ഷെ സാധാരണ ഒരു മെലഡിയിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാകുമല്ലോ. രാഷ്ട്രീയ പാർട്ടികളുടെ ഗാനങ്ങൾക്ക് മെലഡിയിൽ നിന്നും വ്യത്യാസം ഉണ്ടാകുമല്ലോ.
കുറച്ചുകൂടി ഒരു സ്പീഡ് ടൈപ്പ് പാട്ടുകളായിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇതുവരെ എത്ര പാട്ടുകൾ അറൗണ്ട് അത്തരത്തിലുള്ള പാട്ടുകൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ BJPയുടെ കോഴിക്കോട് ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള പാട്ടുകളെല്ലാം എഴുതിയ ഞാനാണ്. ഒരു 6ഓളം പിന്നെ പാർലമെന്റിലേക്ക് മത്സരിച്ച MP മാർക്ക് വേണ്ടി ഈ വർഷം, അതായത് 24 നടന്ന ഇലക്ഷനിൽ. ഇപ്പൊ BJP CPM കൂടാതെ കോൺഗ്രസിന് വേണ്ടി എഴുതാൻ അവസരം കിട്ടിയില്ല. കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും എഴുതല്ലേ. പാട്ടെഴുത്തിന് അങ്ങനെ ഇല്ല, അതിൽ രാഷ്ട്രീയം ഇല്ല. നല്ല കാര്യം. അതെ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത്രയേ ഉള്ളൂ, അതിൽ കവിഞ്ഞ് പറയുന്നില്ല. പിന്നെ കവിതകൾ എഴുതുമല്ലോ. കവിതകൾ എഴുതിയിട്ടുണ്ട്. കവിതകളിൽ 1-2 കവിതകൾ വീഡിയോ ആൽബമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാസികകളിലോ? ഇല്ല. സത്യത്തിൽ ഞാൻ ഈ പാട്ടിനോടുള്ള ഒരു കമ്പം എന്നതിൽ കവിഞ്ഞ് ഇതൊരു പ്രസിദ്ധീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഒരു ബുക്കായി മാറണമെന്നോ എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ച് പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് അത് നിങ്ങളോട് വിവരിക്കേണ്ടതെന്ന് എനിക്ക് പറയാം. പാട്ടിനോട് അത്രയും അടങ്ങാത്ത പ്രണയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭ്രാന്തമായ പ്രണയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ പാട്ടിനോട് അത്രയും ഒരു 5 മിനിറ്റ് നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് 1 കോടി രൂപയുടെ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ അയാൾക്കുണ്ടാകുന്നതിനേക്കാളുള്ള ഒരു സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഭ്രാന്തമായ അതിനുള്ള പ്രണയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ പാട്ട് എഴുതുക അല്ലെ അതിലൂടെ ഒന്ന് പ്രശസ്തനാവുക അങ്ങനത്തെ ഒരു താല്പര്യം എനിക്കില്ല. പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ പാട്ട് എഴുതുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇല്ല, ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള ഗാനങ്ങൾ കൂടാതെ ടെലിഫിലിമുകൾക്ക് അല്ലെങ്കിൽ സിനിമകൾക്കൊക്കെ ഓഫർ വന്നിട്ടുണ്ടോ? ടെലിഫിലിമുകൾ ഇപ്പോൾ ഒന്ന് പിന്നെ തേപ്പ് പെട്ടി എന്നുള്ള ഒരു അതിൽ വേണ്ടിയിട്ട് അത് 15ഓളം എപ്പിസോഡ് വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് എഴുതിയ ഞാൻ കേട്ടിരുന്നു. നല്ലൊരു സോങ് ആണ്. പുലരിയിൽ വന്നു പത്രം വാർത്തകൾ കണ്ടു താളിൽ വായിച്ചപ്പോൾ ഞെട്ടി. പുലരിയിൽ വന്നു പത്രം വാർത്തകൾ കണ്ടു താളിൽ വായിച്ചപ്പോൾ ഞെട്ടി. വ്യാജന്മാരോ നിറയെ 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 വ്യാജന്മാരോ നിറയെ 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 തട്ടിപ്പും വെട്ടിപ്പും ചതിയും കൊലവിളിയും കാലൊന്നിടറിയാൽ വീഴും ചതിയുടെ പെരുവഴിയിൽ. ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം, കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം. മണ്ണും മിണ്ണും നിറയെ നീതി നിഷേധം മാത്രം കരുതണമെന്നും നമ്മൾ വ്യാജന്മാരുടെ കുഴിയിൽ ചതിയന്മാരുടെ പടുകുഴിയിൽ വീഴാതെ വീഴാതെ. പിന്നെ സിനിമയിൽ എന്തെങ്കിലും ഓഫർ? സിനിമ എന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു മേഖല. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സിനിമയിൽ കൂടിയായിരുന്നു പാട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് സിനിമ ആവശ്യമില്ല നമ്മളെ പാട്ടുകൾ പുറത്ത് വരാൻ. പണ്ട് ഒരു സിനിമയിൽ എത്ര പാട്ടുകളുണ്ടോ അതിനനുസരിച്ചാണ് സിനിമയുടെ വിജയം. ഇന്നതല്ല. ഇന്ന് പുതിയ സംവിധാനങ്ങളിലേക്ക് വന്ന് പുതിയ സിനിമ അല്ലാതെ തന്നെ മേഖലകൾ ഇഷ്ടംപോലെകളുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, പാട്ടിന് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, അതുപോലെ പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ പ്രണയം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പഴയ ആ കാലത്തെ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഫീൽ തോന്നുന്നത്? പാട്ടുകളെ നമ്മൾ പഴയ കാലമെന്നും പുതിയ കാലമെന്നും തരംതിരിക്കില്ല. എങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 80 തൊട്ടിട്ട് അതല്ല, 80 എന്നുള്ള കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 80 എന്നുള്ളത് പഴയ കാലമായി മാറും. ഈ 2000 അല്ലെങ്കിൽ 2025 എന്നുള്ളത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അതും പഴയ കാലമായി മാറും. അപ്പം ഓരോ പാട്ടും ഇന്നല്ലെങ്കിൽ നാളെ പഴയ പാട്ടുകളായി മാറും. അപ്പം പാട്ടുകൾക്ക് എന്നും പാട്ടിൻ്റെതായ ഒരു ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല മെലഡികളാണ്. അതെ, ഇപ്പോഴത്തെ ആ ഫാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം ഒന്നാമത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാണ് ഇപ്പോഴത്തെ പാട്ടുകളൊന്നും നിലനിൽക്കുന്നില്ല. അതില്ല, അതിന് പ്രധാന ഒരു കാരണം എനിക്ക് തോന്നുന്നത് പഴയ കാലത്ത് ഒരു വർഷത്തിൽ 1, 2 അല്ലെങ്കിൽ 2, 3 സിനിമകളെ ഇറങ്ങാറുള്ളൂ. ഇന്നും എണ്ണം കുറവായിരുന്നു. അപ്പോൾ അതിലെ പാട്ടുകൾ അത്രയും കാലം നിലനിൽക്കും. ഇന്നതല്ല, ഇന്ന് മാസത്തിൽ 3, 4, 5 സിനിമകളുണ്ട്. അപ്പം പാട്ടിന് നിലനിൽക്കാനൊരു സമയം കിട്ടണ്ടേ? ഒരു വർഷം അത്രയും. അപ്പം പാട്ടിന് നിലനിൽക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഒന്ന് പാട്ട് ഹിറ്റായി വരുമ്പോഴേക്കും അടുത്ത പാട്ട് വരികയാണ്. അപ്പം അതുകൊണ്ടാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മളിപ്പോൾ പാട്ടെഴുത്തിൻ്റെ കാര്യം പറഞ്ഞു, കവിതയുടെ കാര്യം പറഞ്ഞു. ഓക്കെ,
ഇപ്പം ഈ എഴുത്തിനാ വീട്ടിൽ പിന്നെ കുടുംബാംഗങ്ങളൊക്കെ സപ്പോർട്ടാണോ? ഞാൻ എഴുത്ത് എന്ന് പറയുന്നത് ശരിക്കും അതിനായിട്ട് ഇരുന്നു കൊണ്ട് എഴുതുക എന്നല്ല. സത്യത്തിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇവിടുന്ന്, ഞാനിപ്പം താമസിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് പേരാമ്പ്ര വരെ എത്താൻ എനിക്ക് ബസ്സിൽ പോവുകയാണെങ്കിൽ ശരിക്കും 1.5 മണിക്കൂർ സമയമുണ്ട്. ബസ്സിൽ കയറി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും വരുന്ന വരികൾ മൊബൈലിൽ കുറിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പറയുമ്പോൾ പാട്ടുകളെ പറ്റി എന്തെങ്കിലും ആവശ്യപ്പെടുന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട വരികൾ അതിലുണ്ടെങ്കിൽ അത് യോജിപ്പിച്ചിട്ട് പാട്ടാക്കി മാറ്റി കൊടുക്കുക. അല്ലാണ്ട് പാട്ടിന് വേണ്ടിയിട്ട് വീട്ടിൽ പിന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ വരദാനമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ പിന്നെ 1-2 പാട്ട് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി ഈ ഒരു കോഴിക്കോട് നിന്നാണ് മലയാള സിനിമയുടെ പിന്നെ എന്താ പറയണ്ട ആ ഒരു അത്രയും വലിയൊരു കയറി എന്താ പറയണ്ട ആ ഒരു ലെവലിലേക്ക് വന്നു. കാരണം മലയാള സിനിമ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഈ നമ്പർ 10-നുള്ളിൽ അല്ലെ നമ്പർ 5-നുള്ളിൽ പിന്നെ നിലനിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്കും പിന്നെ എനിക്ക് വളരെ സന്തോഷം അല്ലെങ്കിൽ വളരെയധികം പിന്നെ ആനന്ദം കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ 72ാം പിന്നെ ജന്മദിനത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതാൻ എന്നോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതുന്നു. ആ പാട്ട് ഒരു വലിയ സദസ്സിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് തന്നെ കാണാം. ആ പാട്ട് ഇപ്പോൾ ഹിന്ദിയിലേക്ക് ഒന്ന് തർജ്ജമ ചെയ്യേണ്ട ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് പ്രധാനമന്ത്രിയെ തന്നെ കേൾപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു സാധനമാണ്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ. അത് പിന്നെ എഴുതി കഴിഞ്ഞു, സാധനം റിലീസായി കഴിഞ്ഞു, മലയാളത്തിൽ റിലീസായി കഴിഞ്ഞു. അത് കോഴിക്കോട് വെച്ച് തന്നെ ഒരു വലിയ പബ്ലിക് ഫംഗ്ഷനിൽ തന്നെ റിലീസായി കഴിഞ്ഞത്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കൊക്കെ വേണ്ടിയിട്ടെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് പാട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂഡ് വേണം, പിന്നെ ഒരു നല്ല സമാധാനമായിട്ടുള്ള അന്തരീക്ഷം വേണം. അതെങ്ങനെയാണ് അതിനുള്ളൊരു സമയം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പാട്ട് എഴുതുക എന്നുള്ളത് ഒരു താളബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പാട്ട് എഴുതാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമാണ്. അത് എല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ ഒരു താളത്തിൽ മാത്രമേ നമുക്ക് ഒരു പാട്ട് എഴുതാം. പാട്ട് എഴുതി കഴിയുമ്പോൾ അതിന് 1-2 താളങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കർണാടക സംഗീതത്തിൽ ചതുരസ്ര ജാതി, തിസ്രം, മിശ്രം എന്നൊക്കെ പറഞ്ഞ താളങ്ങളുണ്ട്. വെസ്റ്റേൺ രീതിയിൽ പറയുകയാണെങ്കിൽ 2/4, 3/4, 6/4, 6/8 എന്നൊക്കെ പറഞ്ഞിട്ട് താളക്രമങ്ങളുണ്ട്. അപ്പോൾ ഒരു നമ്മൾ എഴുതുന്നത് എന്തായാലും നമ്മുടെ മനസ്സിലൊരു താളം എന്തായാലും ഉണ്ടാവും. അതെ, കവിതയാണെങ്കിൽ താളം വേണം. ആ താളം അപ്പം നമ്മളൊരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ 1-2 താളങ്ങൾ അടങ്ങിയിരിക്കും. പക്ഷേ മ്യൂസിക് ഡയറക്ടർ അത് ഈണം നൽകുന്ന നേരം ഏതെങ്കിലും ഒരു താളത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പം നമ്മളെ ഇപ്പം മലയാളത്തിലെ ഒരുപാട് ഗാനങ്ങളും ഇപ്പം എഴുതപ്പെട്ടത് 4/4 എന്ന് പറഞ്ഞ ഒരു താളമാണ്. 4/4 എന്ന് പറയുന്നത് ചതുരസ്ര ജാതി എന്ന് പറയുക. അതായത് കർണാടക സംഗീതത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ചതുരസ്ര ജാതി താളം എന്ന് പറയും. അപ്പം തകതി മി തകജനോ, ത ക ദി മി ത ഗ ജ നോ, ആ താളത്തിലാണ് കേരളത്തിലെ മലയാളത്തിൽ ഇപ്പം കൂടുതൽ ഇറങ്ങിയ പാട്ടുകൾ. അതായത് സെമി ക്ലാസിക്കൽ സോങ് ആയാലും മെലഡി ആയാലും ഈ 4/4 എന്ന ഒരു താളത്തിലാണ് അധിക പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുക. അപ്പം താളബോധം നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് പാട്ട് എഴുതുന്നത്. അപ്പം പാട്ട് എഴുതുമ്പോൾ അതൊരു താളത്തിലായിരിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഇപ്പം താളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു 2 വരി ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ അല്ലെങ്കിൽ പിന്നെ താങ്കളുടെ തന്നെ ഏതെങ്കിലും ഒരു കവിത ഒന്ന് പാടാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? പുഴയാണ് ഞാൻ പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ടായില്ല, 2 വരി ഞാൻ പാടാം. അത് പിന്നെ പക്ഷെ പാടാൻ എനിക്ക് തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ പാട്ടിൻ്റെ രീതിയിൽ
വരുന്നില്ല എന്നുള്ള ബോധവും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. എൻ്റെ ഏറ്റവും പ്രാർത്ഥന എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ പാടാനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. അതെ അതെ, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ. ആ പുഴയാണ് ഞാൻ പറഞ്ഞ ഒരു താങ്കൾ തന്നെ കവിതയാണോ? ഞാൻ എഴുതിയൊരു കവിതയാണ്. രണ്ടുപേര്. പുഴയാണു ഞാൻ, ഗതി തേടി അലയുന്ന നദിയാണു ഞാൻ. പുഴയാണു ഞാൻ, ഇന്ന് ഗതി തേടി അലയുന്ന നദിയാണു ഞാൻ. പുഴയാണു ഞാൻ, ഇന്ന് ഗതി തേടി അലയുന്ന നദിയാണു ഞാൻ. മന്വന്തരങ്ങൾക്കപ്പുറത്തേതോ അരുവിയായണ പൊട്ടിയൊഴുകിയ നീരുറവയാണു ഞാൻ. ആകാശ നീലിമയിലായിരം താരകം പൊളി തൂകി നിൽക്കുന്ന രാവുകളിൽ അനുരാഗഗാനം പാടിയൊഴുകുവാൻ ഇന്നെൻ്റെ ഹൃദയത്തിൽ താളമില്ല, ആദി താളമില്ല. പൊന്മുളം കാടിൽ നിന്നാനന്ദ സംഗീത സ്വരധാരയൊഴുകുന്ന നേരം നീല നിലാവിലെ നീലാംബരിയാകാൻ ഇന്നെൻ്റെ ഇടറുന്ന കണ്ഠത്തിൽ രാഗമില്ല, സ്വരരാഗമില്ല. മന്ത്രം മണക്കുന്ന പാണന്റെ ചുണ്ടിണയിൽ സ്വരമേഴുമുണരുന്ന പുലരികളിൽ ശ്രുതിഭാവമായെന്നു മുഴുകിയെത്താൻ ഇന്നെൻ്റെ തന്തിയിൽ നാദമില്ല, നാദപ്രവാഹമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാണ് പിന്നെ നിങ്ങൾ എഴുതിയ കവിതയിലെ വരികളല്ലേ? അപ്പം ഇപ്പം വീട്ടില് എല്ലാവരും സപ്പോർട്ടാണെന്ന് പറഞ്ഞു. കാരണം വീട്ടിലെ അന്തരീക്ഷം നല്ലതല്ലെങ്കിൽ നമുക്ക് ഒരു കഥയും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെന്റ് സർവീസിലായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഗവൺമെന്റ് സർവീസിലുള്ള സമയത്ത് അവിടെയുള്ള പിന്നെ സ്റ്റാഫുകളും അല്ലെ മറ്റുള്ളവരൊക്കെ പിന്നെ താങ്കളുടെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലറിക്കൽ സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ സ്കൂളിൽ കലാമേളകളൊക്കെ നടക്കുമല്ലോ, കലാമേളയായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് സോങ് ആയാലും ലളിതഗാനങ്ങളായാലും ഒക്കെ അധികവും ഞാൻ തന്നെ ആയിരിക്കും എഴുതുന്നതും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സിനിമ നിർമ്മാണ കമ്പനിയാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്, KTCക്ക് വേണ്ടിയിട്ട് ഒരു പൂമഴ എന്ന് പറഞ്ഞിട്ട് ഒരു ലളിതഗാനം, അത് പ്രേംകുമാർ വടകരയാണ് സംഗീതം നൽകി. അതിലേക്ക് വേണ്ടി പാട്ടുകൾ എഴുതാനുള്ള സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലെ പാട്ടുകൾ തന്നെ നമ്മളെ സ്കൂൾ ജില്ലാ കലാമേളയിലും സംസ്ഥാന കലാമേളയിലും ഒക്കെ അതിലെ ലളിതഗാനത്തിന് എ ഗ്രേഡ്, അതിലെ മാധവമാസ നിലാവുള്ള രാവിൽ എന്ന് പറഞ്ഞ പാട്ടിന് സ്റ്റേറ്റ് കലാമേളയിലടക്കം കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷം, നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. പറഞ്ഞതുകൊണ്ട് അതെ അതെ അതെ. പിന്നെ ഇപ്പം പിന്നെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ്? അതേപോലെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ ഒരു മീൻചന്ത സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യാണ്. 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മകൻ ബിടെക് ഇപ്പം കഴിഞ്ഞു, മറ്റേ ആളിപ്പോൾ SLC ഇപ്പം പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അച്ഛൻ മരണപ്പെട്ടുപോയി, അമ്മയുണ്ട്, പിന്നെ അനുജനും ഒരു സിസ്റ്ററും ഉള്ളത്. അമ്മയും അനുജനും പേരാമ്പ്രയാണ്, കോഴിക്കോട് നാട്ടിൽ തന്നെ.
അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. അതെ അതെ അപ്പൊ ഭാവിയിൽ ഇനിയിപ്പം സിനിമയെ നോക്കി ഓഫർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ. അങ്ങനെ സിനിമയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. സിനിമ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതെ സാഹചര്യങ്ങളാണ് നമ്മളെ പലതിനെയും. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരാള് നിങ്ങളെ സമീപിക്കുവാണെന്ന് നോക്കി, അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കും. അല്ല, ആ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു ബിസിനസ് മേഖലയാണ്. അതിൽ നമ്മളെ ആ സിദ്ധാന്തങ്ങളൊന്നും വെച്ചിട്ടൊന്നും അതിൽ മുന്നോട്ട് പോകാനാകില്ല. നമുക്ക് ചിലപ്പം പ്രത്യേക ആദർശങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും വെച്ച് നമുക്ക് അതിൽ മുന്നോട്ട് പോകാനാകില്ല. അതിനൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് കയറാൻ പറ്റും. അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇനിയത്തെ ഒരു ആഗ്രഹം നിങ്ങൾ ചോദിച്ചില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പറയാണ്. ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകും. അതിന് മുന്നിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ജനിച്ച ഒരാളാണ് എന്നുള്ള ഒരു കയ്യൊപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഉണ്ടാക്കിയിട്ട് അതിന് നാളത്തെ തലമുറ, ഒരു തലമുറയെങ്കിലും നിങ്ങളെ ചിന്താഗതി വളരെ പിന്നെ നല്ലൊരു ചിന്താഗതി. കാരണം എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതിയാണ് എനിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ, ശ്രീനിവാസനോട് പിന്നെ ഏതൊരു ഇന്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കഴിവുണ്ടായിട്ട്, കാരണം ശ്രീനിവാസന്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ, ഇഷ്ടം പോലെ പ്രൊഡ്യൂസറെ കിട്ടും. കാരണം പ്രൊഡ്യൂസർ ആണല്ലോ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് 2 സിനിമ മാത്രം ഡയറക്റ്റ് ചെയ്തു? അതും 2 സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ്. ചിന്താവിഷ്ട ശ്യാമളയും പിന്നെ ഫസ്റ്റ് പടം തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. 2 സിനിമ ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളൂ, തിരക്കഥ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ ആൻസർ എന്താണെന്നറിയോ? ഞാൻ 2 ചെയ്തല്ലോ, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടിയിൽ ബാക്കിയുള്ളവർ എത്ര പടം ചെയ്തിട്ടുണ്ട്? പടം ചെയ്തവർ വളരെ കുറവല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞ പോലെയാണ്. അത് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കയ്യൊപ്പ്, അതായത് ഒരു തലമുറയെങ്കിലും ഓർമ്മിക്കാൻ പറ്റും. അതായത് എല്ലാവരും ചെയ്യുന്നത് ജീവിക്കുന്നു, രാവിലെ ആവുന്നു, പിന്നെ അധ്വാനിക്കുന്നു, മക്കളെ വളർത്തുന്നു, വലുതാവുന്നു, റിട്ടയർ ചെയ്യുന്നു, മരിക്കുന്നു. അതിന്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വയലാറിന് എന്തുകൊണ്ട് ഓർക്കുന്നു? വയലാറിന്റെ കവിതകൾ അല്ലെങ്കിൽ പിന്നെ ഗാന രചനകൾ. അതുപോലെ തന്നെ ഇപ്പൊ പ്രേം നസീർ, പുള്ളിന്റെ അഭിനയം, അതേപോലെ സിനിമ. അപ്പം ഇപ്പൊ ജയൻ ഇത്രയും വർഷമായിട്ട് ഇപ്പൊ തരംഗമായിട്ട് പോയി. കാരണം ഒരു ചിരഞ്ജീവി തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മരിച്ചിട്ടും ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു പടം പിന്നെ വീണ്ടും റിലീസ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു അതാണ് കലയ്ക്കുള്ള പ്രസക്തി. അത് തന്നെയാണ്. അതെ അതെ. കാരണം ഒരിക്കലും അവർ മരിക്കുന്നില്ല, ഓർമ്മിക്കപ്പെടും. ഇപ്പൊ ബഷീർ, വൈക്കം ബഷീർ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അയാളൊരു ഫോട്ടോ കണ്ടാൽ മതിയല്ലോ. അതെ അതെ. അത് മാത്രല്ല, അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായിട്ടാണെങ്കിൽ ഒരു നോബൽ പ്രൈസോ അല്ലെങ്കിൽ ഗ്രാമിയോ ഏതെങ്കിലും പിന്നെ ഫേമസ് ആയിട്ടുള്ള അവാർഡ് നേടേണ്ട ആളാണ്. ഒരു മലയാളി ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ തർജിമ കൊണ്ട്, കാരണം എനിക്ക് തോന്നുന്ന ഒരുപാട് ഭാഷയിൽ കൃതികൾ തർജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ഒരു സാധാരണ ലെവലിൽ നിന്ന് വന്ന ഒരാള്. മറ്റുള്ളവരൊക്കെ എന്ന് പറയാൻ അടിത്തറയുള്ളവരാണ്. ഇപ്പൊ MT അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ MT ഒക്കെ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു. ബഷീറിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഷീർ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി ഉണ്ടോ എനിക്കറിയില്ല. ശരിയാണ്. അയാൾ ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പാത്തുമ്മയുടെ ആടും അങ്ങനത്തെ കുറെ നോവലുകൾ കൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലെവലിൽ ഇപ്പം പിന്നെ അജിത് സോപാനം എന്ന ആ ഒരു നാമം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. കാരണം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം പല ആളുകളും പിന്നെ ഇപ്പം അജിത് സോപാനത്തിൻ്റെ ആരാധകരായിട്ടുണ്ട്. ഓക്കെ, പല പാട്ടുകൾ കേട്ടിട്ടും. ഓക്കെ, പ്രത്യേകിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ പിന്നെ ഗാനം ഉണ്ടല്ലോ, അത് കുറേ പിന്നെ റീച്ച് കിട്ടിയ നല്ല വ്യൂസുള്ള സോങ് ആയിരുന്നു. നമ്മളിപ്പോ രാഷ്ട്രീയമല്ല പറയുന്നത്, അത് കലയാണ്, പിന്നെ അതിലെ അല്ലെങ്കിൽ കവിതയാണ് അല്ലെങ്കിൽ ഗാനാണ്. അപ്പൊ അത് അത്യാവശ്യം നല്ല റീച്ചിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ സന്തോഷങ്ങളോട് പങ്കിട്ടത്. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ അവസരം മാക്സിമം വിനിയോഗിക്കുന്നത് കിട്ടുന്നത്
എന്താണ് ഇനിയിപ്പോൾ സിനിമയിൽ പിന്നെ ഓഫറുകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുവാണെങ്കിൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക. ചിലപ്പം ഇതൊക്കെ ആയിരിക്കും ഒരു ബ്രേക്ക്. അതെ 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 അതെ. ഇപ്പം പിന്നെ ഓരോന്നിനും ഒരു സമയമുണ്ട് തീർച്ചയായിട്ടും. തെളിഞ്ഞു വരാനൊരു സമയമുണ്ട്. പലതും നമ്മൾ പുറം ലോകം കാണാതെ ഇങ്ങനെ ഇരിക്കുന്ന പല കാര്യങ്ങളും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കപ്പെടുന്നുള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കവിതകൾ ഒക്കെ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്തയിലേ പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത് എനിക്ക് കവിതകളെക്കാട്ടും എന്തിനേക്കാട്ടും ഞാൻ ഒരു കാലഘട്ടത്തിൽ സംഗീത ഭ്രാന്ത് കൊണ്ട് നടന്ന ഒരു കാലഘട്ടം. എവിടെ കച്ചേരി ഉണ്ടായിരുന്നോ, കച്ചേരി ഉണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അന്നൊന്നും ജീവിക്കാനുള്ള നമുക്ക് ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ സാമ്പത്തികം ഇപ്പം വീട്ടിൽ നിന്നൊന്നും അന്നൊന്നും അങ്ങനെയൊന്നും പൈസ ഒന്നും കിട്ടില്ല. പഴയ കാലഘട്ടത്തിൽ കിട്ടില്ല. അപ്പം എങ്ങനെയെങ്കിലും ബസ്സിനൊക്കെ കയറി വന്നിട്ട് എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എൻ്റെ അതേ മൈൻഡുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ തളിയിലും പിന്നെ ചെമ്മൻകുടീൻ്റെയും പിന്നെ ബോംബെ ജയശ്രീൻ്റെയും ഒക്കെ കച്ചേരിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തളിയിലൊക്കെ വന്നിരുന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഉറക്കൊഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ബസ്സിന് കയറി തിരിച്ചു പോകുന്നു. അത് ബിജു സാറിനോട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ സംഗീത ഭ്രാന്ത് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ പറയാനാവില്ല. എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗുരുവായൂർ സംഗീതോത്സവമാണെങ്കിലും ചെമ്പൈൻ്റെ സംഗീതോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് അവിടെ റൂമും കൂടും കിട്ടൂല. അവിടുത്തെ നടയിൽ ഇരുന്നിട്ട് പാട്ടുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പം നിങ്ങൾ വിചാരിക്കും ശരിക്കും എനിക്ക് ഭ്രാന്ത് തന്നെയാണെന്ന് ആയിരിക്കും നിങ്ങൾ പറയുക. പക്ഷേ എനിക്ക് സംഗീതത്തോട് അത്രയും ഒരു ഭ്രമമാണ്. ശരിക്കും അത്രത്തോളം പഠിച്ചുകൂടെ? പക്ഷേ അതിനുള്ള സാഹചര്യം പ്രായമൊന്നുമില്ല. പക്ഷേ ഇപ്പം അതുപോലെ തന്നെ എനിക്ക് സംഗീത ഉപകരണത്തിൽ മൃദംഗം എനിക്ക് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ച ഒരു സംഗീത ഉപകരണം. അപ്പം മൃദംഗം ഞാൻ കുറേ പഠിച്ചിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞതോടുകൂടി പിന്നെ എനിക്ക് ആ സാഹചര്യം അനുകൂലമായി വന്നില്ല. ഇപ്പം എനിക്ക് സാഹചര്യം നല്ല അനുകൂലമായിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും മലാപ്പറമ്പിൽ മൃദംഗത്തിൻ്റെ ക്ലാസ്സിന് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3-4 മാസമായി ഇപ്പം അത് തുടരുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതും ഒരു ജന്മ ആഗ്രഹമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞ ജന്മത്തിലായിരിക്കില്ല, അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാൻ എൻ്റെ ഈ ഭ്രാന്ത് കൊണ്ട് ചിലപ്പോൾ ഒരു പാട്ടുകാരനായി മാറും. തീർച്ചയായിട്ടും എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. അല്ല, ഈ പിന്നെ ഇതിനിടയിൽ നമ്മൾ ഈ സംഗീതത്തിൻ്റെ പറയുമ്പോൾ ഈ നമ്മളെ മലയാള സിനിമയിൽ ഈ ഇഷ്ടപ്പെട്ട ഗാനരചയിതാക്കൾ ആരൊക്കെയാണ്? മലയാള സിനിമയിൽ സംഗീത സംവിധായകരെ പറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ദേവരാജ മാസ്റ്ററാണ്. പഴയ കാലഘട്ടത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, പുതിയത് പറയുകയാണെങ്കിൽ മരണപ്പെട്ടു പോയ രവീന്ദ്ര മാസ്റ്ററാണ്. രവീന്ദ്ര മാസ്റ്ററുടെ ഹിസൈനസ് അബ്ദുള്ളയിലെ ആ പാട്ടിലെ പ്രമദവനം എന്നുള്ള പാട്ടുകൾ, പഴയ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രാണസഖി പോലെയുള്ള ബാബുരാജ് മാസ്റ്റർ പാട്ടുകളും പി ഭാസ്കർ മാസ്റ്റർ പാട്ടുകളും ഒക്കെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പാട്ടുകൾ പിന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് സിനിമയിലെ പാട്ടുകൾ വരുന്നത്. അപ്പം ചില മൂഡുകളിൽ ചില പാട്ടുകൾ നമുക്ക് വളരെ സന്തോഷം നൽകും. ചില മൂഡുകളിൽ നമുക്ക് പാട്ടിന് അങ്ങനെയുണ്ട്, നമ്മളെ മൂഡ് ഒരു സ്വാധീനിക്കുക. അതായത് ചില സന്ദർഭങ്ങളിൽ ചില പാട്ടുകൾ നമ്മളെ തീരെ സ്വാധീനിക്കും, നമുക്ക് അലവസരമായി മാറും. ചില സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ രാഗങ്ങൾക്കും അങ്ങനെ ഓരോ രാഗങ്ങൾക്കും പ്രഭാതത്തിൽ രാഗങ്ങളുണ്ട്. ഭൂപാള രാഗം ഉദ്ദേശിച്ച് പ്രഭാതത്തിൽ വരുന്ന രാഗങ്ങളാണ്. അപ്പോൾ കല്യാണി രാഗമുണ്ട്, സന്ധ്യാസമയത്ത് രാഗങ്ങളുണ്ട്. ആ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മൂഡ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിരുന്ന ആണ് ആ രാഗങ്ങൾ ചെയ്യുന്നത്. അപ്പം പാട്ടുകൾ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് അല്ലെങ്കിൽ ചില സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, അത് ഈ സംഗീതത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും പിന്നെ നിങ്ങളെ ആ ഒരു ഗ്രൂപ്പിന് സോപാൻ എന്നുള്ള പേര് കൊടുത്തത്. അതിന് നമ്മൾ 3 പേര് തുടങ്ങിയതാണ്. അതിൽ ഞാനും വേറൊരാളെ ഇപ്പോൾ ജീവിച്ചിട്ടുള്ളൂ. ഒരാളൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ പേര് നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട് പേരിൻ്റെ കൂടെ സോപാനം എന്ന് ചേർത്തുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ സ്ഥാപനമുണ്ട്, സോപാനം സംഗീത സഭ എന്നുള്ള. ഇപ്പം എനിക്ക് അതിൽ ബന്ധപ്പെടാൻ സാധിക്കാറില്ല. പക്ഷേ അവിടെ ഞാനുള്ള സമയത്ത് പഠിക്കാൻ വന്ന ഒരു കുട്ടിയാണ് ഇപ്പം. അത് കുട്ടിയല്ല, ഇപ്പം വലിയ ആളായി. അയാളാണ് ഇപ്പം നടത്തിക്കൊണ്ടുപോകുന്നുണ്ടല്ലേ. 350-ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. ആണല്ലേ. അപ്പം നമ്മൾ കുറേ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ എത്തിച്ച ബിജു സാറിനുള്ള നന്ദി, അതോടൊപ്പം ഇത് കേൾക്കാൻ തയ്യാറാകുന്ന വ്യൂവേഴ്സിനോടുള്ള നന്ദിയും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.